മോട്ടറോള എന്ന ബ്രാൻഡിന്റെ ഒരു വാല്യൂ ഫോർ മണി ഫോൺ ആയിരുന്നു കഴിഞ്ഞ വർഷം മോട്ടറോള ഇറക്കിയ H50 ഫ്യൂഷൻ. ഞാൻ ആക്ച്വലി ആ ഒരു ഫോണിന്റെ ഡീറ്റെയിൽഡ് റിവ്യൂ വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം നല്ലൊരു ഓൾറൗണ്ട് പാക്കേജ് ആയിരുന്നു ആ ഒരു പ്രൈസിൽ. ഈ വർഷം വന്നിരിക്കുന്ന, അതായത് ഇന്ന് ലോഞ്ച് ചെയ്തിരിക്കുന്ന ഈ മോട്ടോ H60 ഫ്യൂഷനും ഒരു വാല്യൂ ഫോർ മണി ഫോൺ തന്നെയാണ്. 20,990 രൂപയുടെ ഓഫർ പ്രൈസിലാണ് മോട്ടറോള ഈ ഫോൺ ഇറക്കിയിരിക്കുന്നത്. എക്സാക്ട് പ്രൈസും ഓഫേഴ്സ് ഒക്കെ ഞാൻ അവസാനം പറഞ്ഞുതരാം. ഈ കാണുന്ന 3 പാന്റോൺ കളേഴ്സിലാണ് വരുന്നത്. നമ്മുടെ കയ്യിലുള്ളത് ആ ഒരു ബ്ലൂ കളർ ഓപ്ഷനാണ്. കാണാൻ നല്ല രസമുണ്ട്. പിന്നെ മിലിറ്ററി ഗ്രേഡ് പ്രൊട്ടക്ഷനുമായിട്ട് വരുന്നതുകൊണ്ട് മോട്ടറോള പറയുന്നത് നമ്മുടെ കയ്യിൽ നിന്ന് അറിയാതെ വീണ് പോയാലും ഫോൺ സേഫ് ആയിരിക്കും, നോ ഇഷ്യൂസ്. അതിനോടൊപ്പം തന്നെ IP68+ IP69 റേറ്റിംഗ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സോ വെള്ളത്തിൽ വീണാലും ഇതിലേക്ക് വെള്ളം വീണാലും പേടിക്കേണ്ട ആവശ്യമില്ല. വീഗൻ ലെതർ ഫിനിഷിലാണ് വരുന്നത്. പിന്നെ പൊതുവെ മോട്ടറോള ഉണ്ടാക്കുന്ന ഫോൺസ് സ്ലിം ആൻഡ് ലൈറ്റ് വെയിറ്റ് ആയിരിക്കും. ഇതും അങ്ങനെ തന്നെയാണ്. 180 ഗ്രാമാണ് വെയിറ്റ്, 8.2 mm ആണ് തിക്നെസ്. സോ നിങ്ങൾക്ക് ഇപ്പോഴും ഈ വീഗൻ ലെതർ ബാക്കിൽ താല്പര്യമുണ്ടോ? കാരണം ഇപ്പോൾ ഒരുപാട് ബ്രാൻഡുകൾ ഇത് ഇറക്കി തുടങ്ങിയിട്ടുണ്ട്. സോ നിങ്ങൾ ഈ വീഗൻ ലെതർ ബോറായോ അത് ഇപ്പോഴും വീഗൻ ലെതർ ഫോൺസ് ആണ് പ്രിഫർ ചെയ്യുന്നത്? താഴെ കമന്റ് ബോക്സിൽ എഴുതി അറിയിക്കുക. പിന്നെ താഴേക്ക് പോകുന്ന വഴിക്ക് അവിടെ ഒരു സബ്സ്ക്രൈബ് ബട്ടൺ ഉണ്ട്, ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. 2 മില്യൺ സബ്സ്ക്രൈബേഴ്സ് ലോഡിംഗ്. ഞാൻ അൺബോക്സിംഗ് കാണിച്ചു തരാം, കൂടുതൽ സമയം വേസ്റ്റ് ചെയ്യാതെ. ലെറ്റ്സ് റോൾ. ഇതാണ് ബോക്സ്. ബോക്സിൽ ഫോൺ വരുന്നുണ്ട്, ഫാസ്റ്റ് ചാർജർ, Type-C to Type-C ചാർജിംഗ് കേബിൾ ആൻഡ് ഡോക്യുമെന്റ്സ്. ഫോണിന്റെ ഫ്രണ്ടിൽ 6.7 ഇഞ്ച് സൈസ് ഉള്ള 1.5K റെസൊല്യൂഷൻ സപ്പോർട്ട് ചെയ്യുന്ന 120 Hz POLED ഡിസ്പ്ലേ ആണ് തന്നിരിക്കുന്നത്. പിന്നെ കണ്ടില്ലേ, 4 സൈഡിൽ നിന്നും കർവ് ആവുന്ന ക്വാഡ് കർവ് ഡിസ്പ്ലേ ആണ് തന്നിരിക്കുന്നത്. എന്നാൽ ഇതിന്റെ കർവിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ 45 ഡിഗ്രി, അതായത് 45 ഡിഗ്രി ഉള്ള അത്യാവശ്യം നല്ല കർവാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. സോ നിങ്ങൾക്ക് കർവ്ഡ് ഡിസ്പ്ലേസ് ഉള്ള ഫോൺ ഇഷ്ടമാണെങ്കിൽ ഈ ഫോൺ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. ചുറ്റുമുള്ള ബെസൽസ് കണ്ടില്ലേ, നല്ല സ്ലിം ബെസൽസ് ആണ് തന്നിരിക്കുന്നത്. സോ നല്ലൊരു മൾട്ടിമീഡിയ എക്സ്പീരിയൻസ് തരുന്ന ഡിസ്പ്ലേ ആണ്. യെസ്, ഹെഡ്ഫോൺ ജാക്ക് വരുന്നില്ല, പക്ഷേ ഡോൾബി അറ്റ്മോസ് സപ്പോർട്ട് ചെയ്യുന്ന നല്ലോണം പെർഫോം ചെയ്യുന്ന ഡ്യുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സ് തന്നിട്ടുണ്ട്. ഗൊറില്ല ഗ്ലാസ് 7യുടെ പ്രൊട്ടക്ഷൻ ആണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ നല്ല ബ്രൈറ്റ് ഡിസ്പ്ലേ ആണ്. 4500 നിറ്റ്സിൻ്റെതാണ് പീക്ക് ബ്രൈറ്റ്നസ്. സോ മോട്ടറോള പറയുന്ന അനുസരിച്ച് ഈ സെഗ്മെന്റിൽ ഏറ്റവും ബ്രൈറ്റസ്റ്റ് ഡിസ്പ്ലേ ആണ് ഇതിലുള്ള ഡിസ്പ്ലേ. 1400 നിറ്റ്സിൻ്റെതാണ് HBM ബ്രൈറ്റ്നസ്. ഞാൻ പുറത്തേക്ക് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു ഈ ഫോട്ടോസ് എടുക്കാൻ വേണ്ടിയൊക്കെ. ഔട്ട്ഡോർ വിസിബിലിറ്റി ഒക്കെ പക്കയാണ്, നോ ഇഷ്യൂസ്. HDR10+ സപ്പോർട്ട് ചെയ്യുന്ന ഡിസ്പ്ലേ ആണ്. യൂട്യൂബിൽ HDR വീഡിയോസ് പ്ലേ ചെയ്യാൻ കഴിയും. എന്നാൽ നെറ്റ്ഫ്ലിക്സിൽ അതിനുള്ള സപ്പോർട്ട് കൊടുത്തിട്ടില്ല. അവിടെയും കൊടുക്കാമായിരുന്നു ആക്ച്വലി. പിന്നെ ഡിസ്പ്ലേയുടെ അടിയിലുള്ള ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സ്കാനർ ആണ് വരുന്നത്. നല്ലോണം വർക്ക് ആവുന്നുണ്ട്. ഡിസ്പ്ലേ നനഞ്ഞിരിക്കുകയാണെങ്കിലും അത്യാവശ്യം നല്ലോണം ടൈപ്പ് ചെയ്യാൻ പറ്റും. പെർഫെക്റ്റ് അല്ല, പക്ഷേ സ്ക്രീൻ തുടയ്ക്കാതെ തന്നെ നമുക്ക് ടൈപ്പിങ്ങും അങ്ങോട്ടും ഇങ്ങോട്ടും സ്വൈപ്പ് ഒക്കെ ചെയ്യാൻ പറ്റും. കണ്ടില്ലേ, MediaTekന്റെ പുതിയ Dimensity 7400 ചിപ്സെറ്റ് ആണ് ഇതിലുള്ള ചിപ്സെറ്റ്. 8GB 128GB ആൻഡ് 12GB 256GB ആണ് 2 റാം സ്റ്റോറേജ് വേരിയൻസ്. LPDDR4X റാം ആൻഡ് UFS 2.2 സ്റ്റോറേജ് ആണ് തന്നിരിക്കുന്നത്. ഏകദേശം 7 lakhന്റെ 7,02,000 സ്കോർ തരുന്നുണ്ട്. ഈ ഫോണിന്റെ പ്രൈസ് വെച്ച് നോക്കുമ്പോൾ ചിപ്സെറ്റ് ആണെങ്കിലും റാം സ്റ്റോറേജ് ആണെങ്കിലും ഓക്കെ, ഗുഡ് എന്നൊക്കെ പറയാൻ പറ്റും. ഓക്കെ, അറിയാലോ മോട്ടറോള ഫോൺസ് ഗെയിമിങ്ങിന് വേണ്ടി അല്ലെങ്കിൽ പ്യുവർ പെർഫോമൻസിന് വേണ്ടിയുള്ള ഫോൺസ് അല്ല. എന്നാലും വേണമെങ്കിൽ മോട്ടറോളയ്ക്ക് ഈ ഒരു പ്രൈസിൽ UFS 3.1 സ്റ്റോറേജ് കൊടുക്കാമായിരുന്നു. ഈ പ്രൈസിൽ ഇപ്പോഴും UFS 2.2 സ്റ്റോറേജ് ഉള്ള ഫോൺസ് വരുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ നത്തിങ് ഫോൺ 3 ഓർമ്മ ഉണ്ടല്ലോ, അതിലും UFS 2.2 സ്റ്റോറേജ് ആയിരുന്നു. പക്ഷേ അതിൽ നിന്ന് മാറ്റി നിർത്താൻ വേണ്ടി ഒരു പക്ഷേ മോട്ടറോളയ്ക്ക് വേണമെങ്കിൽ ഇതിൽ UFS 3.1 സ്റ്റോറേജ് കൊടുക്കാമായിരുന്നു. ഡീസെന്റ് ഗെയിമിംഗ് എക്സ്പീരിയൻസ് ആണ് കിട്ടുന്നത്. BGMIയിൽ 60 FPS സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. കാഷ്വൽ ഗെയിമിങ്ങിന് വേണ്ടി ഈ ഒരു ഫോൺ യൂസ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ കോൾ ഓഫ് ഡ്യൂട്ടിയിൽ നിങ്ങൾക്ക് 120 FPS കളിക്കാൻ പറ്റും. അവിടെയും ഡീസെന്റ് ഗെയിം പ്ലേ എക്സ്പീരിയൻസ് ആണ് കിട്ടുന്നത്. സോ ദിസ് ഇസ് നോട്ട് ഫോർ പ്രോ ഗെയിമിംഗ് അല്ലെങ്കിൽ പ്യുവർ ഗെയിമിങ്ങിന് വേണ്ടിയുള്ള ഫോൺ അല്ല, കാഷ്വൽ ഗെയിമിംഗ് ചെയ്യാം. 5500 mAh വലിയ ബാറ്ററിയാണ് വരുന്നത്. സോ ബാറ്ററി ബാക്കപ്പ് ഒരു ഇഷ്യൂ ആയിട്ട് എനിക്ക് തോന്നിയില്ല. എൻ്റെ ഫസ്റ്റ് ഇംപ്രഷൻ, ഇത് റിവ്യൂ അല്ല, റിവ്യൂ വേണമെങ്കിൽ താഴെ കമന്റ് ബോക്സ് എഴുതി അറിയിക്കുക. എൻ്റെ ഫസ്റ്റ് ഇംപ്രഷനിൽ ഈസിലി എനിക്ക് 1 day ബാറ്ററി ബാക്കപ്പ് കിട്ടുന്നുണ്ടായിരുന്നു. അതായത് നിങ്ങൾ ഇന്ന് രാവിലെ ചാർജ് ചെയ്താൽ പിന്നെ നാളെ രാവിലെ ചാർജ് ചെയ്താൽ മതി, ഒരു മോഡറേറ്റ് ആവറേജ് യൂസ് ആണെങ്കിൽ. കൂടെ വരുന്ന 68 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജർ ഉപയോഗിച്ച് നിങ്ങൾക്ക് ഈ ഒരു ഫോൺ ഫാസ്റ്റ് ചാർജും ചെയ്യാം. Android 15 ബേസ് ചെയ്തിട്ടുള്ള മോട്ടറോളയുടെ Hello UI ആണ് ഈ ഫോണിൽ കൊടുത്തിരിക്കുന്നത്. മോട്ടറോള ഈ ഫോണിന്റെ കൂടെ 3 വർഷത്തേക്കുള്ള ആൻഡ്രോയിഡ് അപ്ഡേറ്റിന് പ്രോമിസ് തന്നിട്ടുണ്ട്. പലർക്കും ഉള്ള ഒരു കംപ്ലൈന്റ് അതാണ്, ടൈംലി അപ്ഡേറ്റ്സ് വരുന്നില്ല. സോ നമ്പർ ഓഫ് അപ്ഡേറ്റ്സ് ഇസ് നൈസ്. അപ്ഡേറ്റ്സ് സമയത്തിന് വരികയാണെങ്കിൽ അത് ഇനിയും നൈസ് ആയിരിക്കും. എന്റെ ഇനീഷ്യൽ യൂസിൽ നല്ല സ്മൂത്ത് എക്സ്പീരിയൻസ് ആണ് കിട്ടിയത്. അവിടെ ചെറിയ സ്റ്റട്ടേഴ്സ്, ഇതിന്റെ സോഫ്റ്റ്വെയറിൽ ആ ഒരു ആനിമേഷൻ ഉണ്ടല്ലോ, അവിടെ ചെറിയ സ്റ്റട്ടേഴ്സ് അവിടെ നോട്ടീസ് ചെയ്തു. അത് അപ്ഡേറ്റിലൂടെ മോട്ടറോള ഒന്ന് കറക്റ്റ് ചെയ്യണം. മോട്ടറോള തരുന്ന ആപ്ലിക്കേഷൻസ് ഒഴികെ വേറെ അനാവശ്യമായിട്ടുള്ള തേർഡ് പാർട്ടി ബ്ലോട്ട്വെയർസ് ആപ്ലിക്കേഷൻ ഒന്നും ഞാൻ നോട്ടീസ് ചെയ്തില്ല. പിന്നെ നോർമലി മോട്ടറോള ഫോൺസിൽ വരുന്ന സോഫ്റ്റ്വെയർ ഫീച്ചേഴ്സ് ഒക്കെ ഉണ്ടല്ലോ, ഫോർ എക്സാമ്പിൾ സ്മാർട്ട് കണക്ട്, ഫാമിലി സ്പേസ്, എഡ്ജ് ലൈറ്റിംഗ്,
ജെസ്റ്റേഴ്സ്, മോട്ടോ സെക്യൂർ ഫോൾഡർ, ഈ പറയുന്ന എല്ലാ ഫീച്ചേഴ്സും ഈ ഫോൺ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ചില പുതിയ മോട്ടോ AI ഫീച്ചേഴ്സ് ഈ ഫോൺ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ ഈ കാണുന്ന അപ്ഡേറ്റ് മീ ഫീച്ചർ കണ്ടോ? ഞാൻ ആക്ച്വലി പേഴ്സണലി നോട്ടിഫിക്കേഷൻ സ്വിച്ച് ഓഫ് ചെയ്തിട്ടാണ് ഉപയോഗിക്കുന്നത്. പക്ഷെ നിങ്ങൾ നോട്ടിഫിക്കേഷൻസ് യൂസ് ചെയ്യാറുണ്ടെങ്കിൽ ഈ പറഞ്ഞ നോട്ടിഫിക്കേഷൻസ് ചുരുക്കി തരുന്ന അല്ലെങ്കിൽ ഈ നോട്ടിഫിക്കേഷൻസിന്റെ സമ്മറി എടുത്തു തരുന്ന ഒരു AI ഫീച്ചറാണ് ഈ ഒരു അപ്ഡേറ്റ് മീ ഫീച്ചർ. അത്യാവശ്യം നല്ലോണം തന്നെ വർക്ക് ആവുന്നുണ്ട്. ഈ ടേക്ക് നോട്ട് ഫീച്ചർ ഉപയോഗിച്ച് നിങ്ങൾക്ക് വേണമെങ്കിൽ ഓൺ ദ സ്പോട്ട് വോയിസ് റെക്കോർഡിംഗ് ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ നാളെ നിങ്ങൾക്ക് 8 മണിക്ക് രാവിലെ ബാങ്കിൽ പോകണം. അല്ല, 8 മണിക്ക് ബാങ്ക് ഓപ്പൺ ആവില്ല, സോറി 10 മണിക്ക്, നാളെ രാവിലെ 10 മണിക്ക് നിങ്ങൾക്ക് ബാങ്കിൽ പോകണം. ആ ഒരു വോയിസ് നോട്ട് ടെക്സ്റ്റിലേക്ക് കൺവേർട്ട് ചെയ്തിട്ട് ഇതിലുള്ള AI അത് സേവ് ചെയ്ത് വെക്കും. ഈ റിമെമ്പർ ദിസ് ഫീച്ചർ എന്താണെന്ന് വെച്ചാൽ ഒരു ഓബ്ജക്റ്റ് അല്ലെങ്കിൽ ഒരു സ്ഥലം, അതിൻ്റെ ഒരു ഫോട്ടോ എടുത്തിട്ട് നിങ്ങൾക്ക് ആ സ്ക്രീൻഷോട്ട് അല്ലെങ്കിൽ ആ ഒരു ഫോട്ടോ സേവ് ചെയ്യുമ്പോൾ അതിൻ്റെ കൂടെ ചില നോട്ട്സും ആഡ് ചെയ്യണം. അതായത് ഫോർ എക്സാമ്പിൾ ഈ ക്യാമറ കണ്ടോ, എനിക്ക് ക്യാമറ റിവ്യൂ ചെയ്യണമെന്നുണ്ട്. സോ ആ ക്യാമറയുടെ ഫോട്ടോ എടുത്തിട്ട് റൈറ്റ് റിവ്യൂ ഫോർ ദ ക്യാമറ എന്ന് എഴുതിയിട്ട് സേവ് ചെയ്യാൻ പറ്റും. എന്നിട്ട് ജേർണൽ ഓപ്ഷൻ എടുത്താൽ ഇവിടെ നമുക്ക് ആ ഒരു വോയിസ് റെക്കോർഡിങ്ങിൻ്റെ ടെക്സ്റ്റും പിന്നെ നമ്മൾ ക്ലിക്ക് ചെയ്ത ഫോട്ടോ ആണെങ്കിൽ സ്നാപ്ഷോട്ടും പിന്നെ അതിൻ്റെ കൂടെയുള്ള നോട്ട്സ് ഒക്കെ ഇവിടെ കാണാൻ പറ്റും. ഇതാ കണ്ടില്ലേ, ഒറ്റ സ്പോട്ടിൽ. ആക്ച്വലി ഏകദേശം ഇതേ ഫീച്ചർ ഉള്ള ഒരു ഫോൺ നമ്മൾ ഈ അടുത്തിടെ അൺബോക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഏത് ഫോണാണ് താഴെ കമൻറ്റ് ബോക്സ് എഴുതി അറിയിക്കുക. കഴിഞ്ഞ വർഷം വന്ന 50 മെഗാ പിക്സൽ സോണി ലിറ്റിയ 50 മെഗാ പിക്സൽ സോണി ലിറ്റിയ 700C സെൻസർ ഉള്ള ക്യാമറ പ്ലസ് കഴിഞ്ഞ വർഷം വന്ന 13 മെഗാ പിക്സൽ അൾട്രാവൈഡ് ക്യാമറയാണ് മോട്ടോറോള ഇത്തവണയും തന്നിരിക്കുന്നത്. ഈ ഫോൺ വരുന്ന പ്രൈസ് സെഗ്മെന്റ് നോക്കുകയാണെങ്കിൽ നല്ല ക്യാമറ പെർഫോമൻസ് ആണ്, നല്ല കളേഴ്സ് ഉണ്ട്, ഐ പ്ലീസിങ് ഫോട്ടോസ് ആണ് എടുത്തു തരുന്നത്. ഓക്കെ, ഞാൻ ക്ലിക്ക് ചെയ്ത ചില ഫ്ലവേഴ്സിന്റെ ഫോട്ടോസ് ഞാൻ ഷെയർ ചെയ്യാം. കാണാൻ നല്ല രസമുള്ള ഫോട്ടോസ് ആണ് എടുത്തു തരുന്നത്. തീർച്ചയായിട്ടും അൾട്രാവൈഡ് ക്യാമറ 13 മെഗാ പിക്സലിന്റെ ആയതുകൊണ്ട് അത്യാവശ്യം ഡീറ്റെയിൽസ് ഉണ്ട്. പിന്നെ കളേഴ്സ് ഒക്കെ ഒരു പരിധി വരെ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ആളുകളുടെ ഫോട്ടോസ് എടുക്കുമ്പോൾ സ്കിൻ ടോൺ ഒക്കെ അത്യാവശ്യം ഡീസൻ്റ് രീതിയിൽ മാനേജ് ചെയ്യുന്നുണ്ട്. പോർട്രേറ്റ് ഫോട്ടോസിലുള്ള എഡ്ജ് ഡിറ്റക്ഷൻ ആണെങ്കിലും ബാക്ക്ഗ്രൗണ്ട് ബ്ലർ ആണെങ്കിലും ഓവറോൾ ഇറ്റ്സ് ഗുഡ് ഫോർ ദ പ്രൈസ്. ഇതിന്റെ പോർട്രേറ്റ് മോഡിൽ 24mm, 35mm ആൻഡ് 50mm സൂമിൽ പോർട്രേറ്റ് ഫോട്ടോസ് എടുക്കാനുള്ള ഫീച്ചർ തന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും ഇതിൽ ടെലിഫോട്ടോ ക്യാമറ വരുന്നില്ല. ഓക്കെ, സോ ഇതെല്ലാം മെയിൻ ക്യാമറ വെച്ചാണ് എടുക്കുന്നത്. ഔട്ട്പുട്ട് ഞാൻ ഷെയർ ചെയ്യുന്നുണ്ട്. റിസൾട്ട് ഇസ് നൈസ്. പ്രത്യേകിച്ചും 24mm ആൻഡ് 35mm ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഉണ്ട്. 50mm വരുമ്പോഴേക്കും ചെറിയൊരു ഓവർ ഷാർപ്പനിങ് ഫേസിൽ കാണാൻ കഴിയുന്നുണ്ട്. പക്ഷേ ഫോണിന്റെ പ്രൈസ് വെച്ച് നോക്കുമ്പോൾ ഐ എം ഹാപ്പി വിത്ത് ദ പെർഫോമൻസ്. ഇതിന്റെ അൾട്രാവൈഡ് ക്യാമറ വെച്ച് നമുക്ക് ഇത്തരത്തിലുള്ള മാക്രോ ഫോട്ടോസ് ഷൂട്ട് ചെയ്യാൻ പറ്റും. സെൽഫി ഫോട്ടോ പെർഫോമൻസ് എനിക്ക് ജസ്റ്റ് ഓക്കെ, ഡീസെന്റ് ആയിട്ടാണ് തോന്നിയത്. ഓക്കെ, ചില ഫോട്ടോസിൽ നമ്മുടെ ഫേസിലുള്ള സ്കിൻ ഉണ്ടല്ലോ അത് കുറച്ചധികം ഷാർപ്പൻ ചെയ്യുന്നുണ്ട്, ഓവർ ഷാർപ്പനിങ് കാണാൻ കഴിയുന്നുണ്ട്. എന്നാൽ ഇതിന്റെ മെയിൻ ക്യാമറ ആൻഡ് സെൽഫി ക്യാമറ വെച്ച് നമുക്ക് ഇത്തരത്തിലുള്ള 4K at 30 FPS വീഡിയോസ് ഷൂട്ട് ചെയ്യാൻ പറ്റും. അതും സ്റ്റേബിൾ വീഡിയോസ് ഷൂട്ട് ചെയ്യാൻ പറ്റും. ഡീസെന്റ് വീഡിയോ പെർഫോമൻസ് ആണ് തരുന്നത്. ഫോട്ടോയിൽ നിന്ന് അനാവശ്യമായ ഓബ്ജക്റ്റ് എടുത്ത് മാറ്റുന്ന മാജിക് ഇറേസർ ഫീച്ചർ, നമ്മളൊരു പ്രോംപ്റ്റ് എഴുതി കൊടുത്താൽ അതനുസരിച്ചുള്ള AI ഇമേജസ് ജനറേറ്റ് ചെയ്ത് തരുന്ന മാജിക് ക്യാൻവാസ് ഫീച്ചർ ഒക്കെ ഇവിടെ വരുന്നുണ്ട്. 22,999 രൂപയാണ് ഇതിന്റെ എക്സാക്ട് സ്റ്റാർട്ടിംഗ് പ്രൈസ്. 2,000 റുപ്പീസിന്റെ ബാങ്ക് ഓഫർ, ലോഞ്ച് ഓഫറിന്റെ ഭാഗമായിട്ട് ബാങ്ക് ഡിസ്കൗണ്ട് ഒക്കെ വരുന്നുണ്ട്. അതൊക്കെ ചേർത്ത് നിങ്ങൾക്ക് ഈ ഒരു ഫോൺ 20,999 എന്ന പ്രൈസിൽ വാങ്ങിക്കാൻ പറ്റും. ഐ തിങ്ക് പ്രൈസിങ് നല്ലതാണ്. വീഗൻ ലെതർ ബാക്ക് ഉണ്ട്, നല്ല ഡിസ്പ്ലേ ഉണ്ട്, നല്ല ക്യാമറാസ് ഉണ്ട്, വലിയ ബാറ്ററി, ഫാസ്റ്റ് ചാർജിങ്, ഇതെല്ലാം സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സോ നിങ്ങൾ ഈ പ്രൈസ് പോയിന്റിൽ ഒരു ഓൾറൗണ്ട് ഓവറോൾ വാല്യൂ ഫോർ മണി ഓൾറൗണ്ട് പാക്കേജ് നോക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു മോട്ടോ എഡ്ജ് 60 ഫ്യൂഷൻ ചെക്ക്ഔട്ട് ചെയ്യാം. ഈ ഫോണിന്റെ ഡീറ്റെയിൽ റിവ്യൂ കാണാൻ താല്പര്യമുണ്ടെങ്കിൽ താഴെ കമന്റ് ബോക്സ് എഴുതി അറിയിക്കുക. ദിസ് യുവർ ഫ്രണ്ട് മിസ്റ്റർ പെർഫെക്റ്റ് ടെക് സൈനിങ് ഓഫ്. ബൈ.